സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നൊരു സമയമുണ്ടല്ലോ. അതായത് പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് ടിവിയും റേഡിയോയും ഒക്കെ മാത്രം ശരണം ഉണ്ടായിരുന്നൊരു കാലം. ആ കാലത്തിലേക്ക്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സ്വന്തം ശബ്ദം കൊണ്ട് മാത്രം സാധിക്കുമെങ്കിൽ അതൊരു കലാകാരനെ പറ്റുള്ളൂ, പാട്ടുകൾക്ക് തന്നെ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഒരു സൗണ്ടാണ് ഇന്ന് ദ സൗണ്ടിലെ എൻ്റെ ഗസ്റ്റ് ജലാൽ മാഗ്നസ്. ജലാലിക്ക, വെൽക്കം ടു ദ സൗണ്ട്. ഒരുപാട് സന്തോഷം ദ സൗണ്ടിൽ ഈ ഒരു ചെയറിൽ മഞ്ജുവിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയാൽ, പിന്നെ അപാരമായിട്ടുള്ള ഒരു ഇൻട്രോ തന്നതിൽ താങ്ക്സ്. വെൽക്കം. ഓക്കെ, അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി ജലാലിക്ക എന്ന് പറയുന്ന ആളെ നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ശരിക്കും അല്ലേ? സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ്. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ട്യൂഷനൊക്കെ പോകാനായിട്ട് റെഡി ആകുമ്പോൾ ഈ ഡ്യൂ ഡ്രോപ്സിലൊക്കെ നിങ്ങളുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെയാണ് പോവുക. അവിടെ ആ സമയത്തുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അതായത് ഒരു 2-3 വയസ്സുള്ള പിള്ളേർ വരെ നിങ്ങളുടെ പാട്ടുകൾ പാടുന്നുണ്ട്. സോഷ്യൽ മീഡിയ കൂടി ഇതിങ്ങനെ ഭയങ്കര വൈറലാവുന്നുണ്ട്. ഇത് ആർട്ടിനുള്ളൊരു പവറാണ്. ഇത് കാണുമ്പോൾ അന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കും. അന്ന് ഇത്ര ആൾക്കാരൊന്നും അറിയോ ഇല്ല അല്ലേ? ആളുകൾ അറിഞ്ഞു വരാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ ഒരു തരംഗമായിട്ട് കാണുമ്പോൾ ഒരു ഫീൽ എന്താ? പണ്ട് നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് ഒരിക്കലും ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ വന്നിരുന്നിട്ട് ആ വർക്കുകളെ കുറിച്ചിട്ട് സംസാരിക്കും എന്നുള്ളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല. പിന്നെ അന്ന് പാടി വെച്ച പാട്ട്, ഇപ്പോൾ ബാക്കിയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ വെച്ച് നോക്കുമ്പോൾ ഷാഫിയും താജും ഒക്കെ വെച്ച് നോക്കുമ്പം ഞാൻ കുറേ കാലം മാറി എന്നൊരു കലാകാരനാണ്. എന്നെ സംബന്ധിച്ച് പുതിയ ആളുകൾക്ക് എന്നെ അറിയാൻ സാധ്യത കുറവാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവം. പക്ഷേ അന്ന് പാടിയ 15 കൊല്ലം 20 കൊല്ലം മുൻപൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളും പാട്ടുകളും ഇന്നത്തെ മഞ്ജു പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളടക്കം പാടുന്നു, അല്ലെങ്കിൽ അവർ കേൾക്കുന്നു, അല്ലെങ്കിൽ അവർ ഉറങ്ങുമ്പം കേൾക്കുന്ന പാട്ടുകൾ, അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ചെയ്ത വർക്കുകൾ വന്ന് എന്ന് ശരിക്കും കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയത് ഈ ഒരു സോഷ്യൽ മീഡിയ എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ശരിക്കും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കലാകാരൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലോട്ടറിയാണ് ഒരിക്കലും. കാരണം ഇങ്ങനെ ഭാഗ്യം കിട്ടിയ കലാകാരന്മാർ എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ കുറവായിരിക്കും. കാരണം 2 ജനറേഷൻ സത്യം ഏറ്റെടുത്തതുപോലെയല്ലേ. അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഏജായി വയസ്സായി ഒരുപാട് പിള്ളേരൊക്കെ ആയി ഇത്രയും പ്രായമായിട്ട് എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് നമ്മളെ പാട്ടുകളൊക്കെ ആ ചെറിയ പ്രായത്തിൽ കേട്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പ്രായം എൻ്റെ മുന്നിലിരുന്ന് അന്ന് അത്രയും പ്രായം ഉണ്ടായിരുന്ന നിങ്ങളുടെ പാട്ടുകൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോ കേട്ടപ്പോ നിങ്ങൾ എങ്ങനെ ഇരിക്കണേ ഈ 10-60 വയസ്സിലും? ഞാനത് പലരും പറഞ്ഞിട്ടുണ്ട് 75 വയസ്സാന്ന്. പക്ഷെ നിങ്ങൾ എന്തിനാ കുറച്ചെന്നുള്ളതാ. 60 തോന്നുള്ളൂ. അതിന് ഞാനത് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് മഞ്ജു പറഞ്ഞത്. ഞാൻ ചെറുതാകുമ്പോൾ പാട്ട് കണ്ടിട്ടുണ്ട്, അല്ല ഞങ്ങൾ പണ്ട് അങ്ങനെ കണ്ടു, അത് സത്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാനും ചെറുതായിരുന്നു. അത് ശരിയാട്ടോ, സത്യം. അത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ ഇച്ചിരിയും കൂടെ ഒന്ന് ഭേദപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞ മുഖമൊക്കെ ഉണ്ടല്ലോ, ഇത് ഇത്ര ഉള്ളു. എനിക്ക് ഇപ്പോഴും ഒരു പാട്ടിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, ബൈക്കിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇച്ചിരി ഉള്ളവനെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ സമയത്ത് എന്നെ കണ്ടിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇപ്പം കണ്ടത്. ഇനി ഇച്ചിരി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തള്ളാൻ നിൽക്കണ്ടല്ലോ. ഈ പാട്ടുകളിലെ മൈക്കിന്റെ ഫ്രണ്ടിലേക്ക് ഫേസ് ഇങ്ങനെ വരുമല്ലോ, നമ്മുടെ കിണിന്റെ ഒക്കെ ഇതിലൊക്കെ ഉള്ള ആ വീഡിയോയിലൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ എടുക്കുമ്പോ ഇക്കടെ മുഖത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ ഇപ്പൊ ഇത്രയും തന്നെ ജോക്സ് അപ്പാട്ട് വളരെ സത്യസന്ധമായിട്ട് പറയാം. അന്ന് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ത്രൂ കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ഐ ഫീൽ റിയലി ബ്ലെസ്ഡ് ഇങ്ങനെ ഇക്കടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കും. കാരണം നമ്മൾ വല്ലപ്പോഴും ഉള്ള സിനിമാ പാട്ടൊക്കെ നമ്മൾ സിനിമ ഇറങ്ങുമ്പോൾ കേൾക്കും, അല്ലെങ്കിൽ ചിത്രഗീതത്തിൽ വൺസിന്റെ വഴിയിൽ കേൾക്കും. നിങ്ങളുടെ പാട്ടുകളാണല്ലോ നമുക്ക് പാട്ടായിട്ട് വരിക. അതാണ് നമുക്ക് പാടാനും എളുപ്പം. ഇപ്പൊ ഫാത്തിമയൊന്നും പാടിയ പോലെ അതിൽ സംഗതി ഇട്ട് പാടാത്ത ഏത് മനുഷ്യരാ ഉള്ളത്, ഏത് മലയാളികളാ ഉള്ളത് അല്ലേ? തീർച്ചയായിട്ടും.